മാർച്ച് 11 വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളടക്കം പത്രത്തിൽ നേരത്തെ ഫോട്ടോസൊക്കെ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആ ദൃശ്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. 2019 മാർച്ച് 11 ആ ദൃശ്യം. പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. ഈ ദൃശ്യങ്ങളിൽ എടുത്തു പറയുന്നു പ്രേക്ഷകരുടെ അറിവിലേക്കായി ആ വാതിലുകൾ സ്ഥാപിക്കുമ്പോൾ അതിന് സമീപത്തെ ആ ദ്വാരപാലക ശില്പങ്ങൾ, ആ ശില്പങ്ങളിൽ അത് തങ്കപ്രഭയോടുകൂടി ദ്വാരപാലക ശില്പങ്ങൾ നിൽക്കുകയാണ്. അതായത് സ്വർണ്ണ തിളക്കത്തിൽ നിൽക്കുകയാണ്. ശില്പങ്ങളിൽ ആ സ്വർണ്ണ കവചങ്ങൾ വളരെ വ്യക്തമാണ്. ഈ കവചങ്ങളാണ് ആലോചിക്കണം ഒരു മാസത്തിന് ശേഷം അങ്ങനെ ചെമ്പായി മാറുന്നത്. അങ്ങനെ വിചിത്രമായ ഒരു സാഹചര്യത്തിലൂടെ എങ്ങനെ ചെമ്പായി എന്നുള്ളതാണ് അന്വേഷണത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ആസൂത്രിതമായ കൊള്ള നടന്നു. ഈ അവതാരങ്ങളെല്ലാം ആ സാന്നിധ്യമെല്ലാം അവരുടേതായി നമുക്ക് കാണാനുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന കഥാപാത്രമായി തന്നെ ഇതിനൊപ്പം അനുഗമിക്കുകയും ഇതിനൊപ്പം തന്നെ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് മുരാരി ബാബു, അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ദേവസ്വത്തിന്റെ ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ആ പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞ പച്ചക്കള്ളം പച്ച നുണയാണെന്ന് വെളിവാകുന്ന കാര്യമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും അതിനോട് അനുബന്ധമായി 2019 മാർച്ച് 11 അവിടെ ആ ഭഗവാന്റെ അടുത്തേക്ക് ആ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ വാതിൽ സ്ഥാപിക്കുകയാണ്. ആ ശ്രീകോവിലിലെ വാതിൽ സ്ഥാപിക്കുമ്പോൾ തൊട്ടരികെ എല്ലാത്തിനും സാക്ഷിയായി സത്യം പോലെ, സത്യം ഒരിക്കലും ഒളിവെക്കാൻ കഴിയില്ല എന്ന് നമ്മൾ 100 തവണ കള്ളങ്ങൾ പറഞ്ഞാലും സത്യം ഒരു നാൾ പുറത്തേക്ക് വരും എന്ന് പറയുന്നത് അതാണ് ആ ദൃശ്യങ്ങൾ. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ തങ്കപ്രഭയിൽ, തങ്കത്തിളക്കത്തിൽ, സ്വർണ്ണ തിളക്കത്തിൽ നിൽക്കുന്നു. അതിനെ തൊട്ട് വണങ്ങുന്ന ആയിരക്കണക്കിന് ഭക്തർ. ആ ഭക്തരെ സാക്ഷി നിർത്തിയാണ് ആ ചടങ്ങ് പൂർത്തിയാകുന്നത്. അപ്പോഴും ആ ദ്വാരപാലക ശില്പങ്ങൾ നോക്കൂ. വിജയ് മല്യ 30 കിലോയിൽ ഏറെ സ്വർണവുമായി ആ ശ്രീകോവിലിന്റെ മുകൾ വശം മേൽക്കൂര ഉൾപ്പെടെ നടത്തിയ സ്വർണം ക്ലാഡിംഗ് നടത്തിയതിനു ശേഷം ശേഷിക്കുന്ന സ്വർണം ഉപയോഗിച്ച് നടത്തിയ പവിത്രമായ പ്രക്രിയ. ആ പ്രക്രിയയാണ് ഒരു മാസം കൊണ്ട് അങ്ങനെ ഈ തങ്കം എന്ന മാറി ചെമ്പായി മാറുന്നത് എന്നത് നമ്മളെയൊക്കെ തന്നെ
വളരെ ആശ്ചര്യപ്പെടുന്നുണ്ട്. ആ വാതിലിന്റെ ഇരുവശവും സ്വർണത്തിൽ പൊതിഞ്ഞു നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ കാണാം. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 2019 മാർച്ച് 11 ആ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് വിജയ് മല്യ പൊതിഞ്ഞ അതേ ഗോൾഡ് ക്ലാഡിംഗ് ഉള്ള കവചങ്ങളാണ് എന്നുള്ളത്. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന മുരാരി ബാബുവാണ് ഇന്ന് ഒരു ഉളുപ്പുമില്ലാതെ മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങളോട് വന്നു പറഞ്ഞത് ഈ കവചമാണ് സ്വർണത്തിന്റെ തേയ്മാനം വന്ന് ചെമ്പായി മാറിയത് എന്ന് പറഞ്ഞത്. അത് ആ ഒരൊറ്റ വാചകത്തിന്റെ പുറത്താണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടെടുത്ത് ഇന്ന് അയ്യപ്പ ഭക്തരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള പ്രധാന കാരണം.